രജിഷ വിജയൻ്റെ ഐറ്റം ഡാൻസ് ഇങ്ങനെയാണ് ഈ സിനിമ സോഷ്യൽ മീഡിയയിൽ ചില ആളുകൾ ഏറ്റവും കൂടുതൽ പരത്തിയതെങ്കിലും നമ്മളെ സംബന്ധിച്ച് സിനിമാ സ്നേഹികളെ സംബന്ധിച്ച് മസ്തിഷ്ക മരണത്തിന് നമ്മൾ കാത്തിരിക്കുന്നത് ഇത് കൃഷാന്തിൻ്റെ സിനിമയാണ് എന്നുള്ളതാണ്. നമ്മളെ വളരെയധികം എക്സൈറ്റ് ചെയ്യിക്കുന്ന സിനിമകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പുള്ളിയുടെ ഒരു പുതിയ സിനിമ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും ഇതിൽ അയാൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കൃഷാന്തിൻ്റെ സിനിമകൾ എടുത്തു നോക്കിയാൽ ഇപ്പോൾ വൃത്താകൃതിയിലുള്ള ചതുരം അതിനകത്ത് അങ്ങേര് കാണിച്ചു വെച്ചിരിക്കുന്നതുമായി യാതൊരു ബന്ധവും ഇല്ലാതെയാണ് അടുത്ത സിനിമ വരുന്നത്. അതിൻ്റെ അടുത്ത സിനിമയിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഭയങ്കര ഡിഫറെൻറ്റ് പരിപാടികളൊക്കെ പിടിച്ചു പോകുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പുതിയൊരു സിനിമ എന്ന് പറയുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് മസ്തിഷ്ക മരണത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഉള്ളത്. എന്തൊരു പറച്ചിലല്ലേ മസ്തിഷ്ക മരണത്തിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറയുന്നത്. മരണത്തിന് വേണ്ടിയല്ല നമ്മൾ കാത്തിരിക്കുന്നത്, സിനിമയ്ക്ക് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. നമുക്ക് ടീസർ കാണാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. കൃഷാന്ത് തന്നെ പ്രൊഡക്ഷൻ, പൊന്മാനും ഗഗനചാരി എടുത്ത പ്രൊഡ്യൂസേഴ്സ്. എടാ മോനെ, ടൈം ട്രാവലോ? അതിജീവിതനാണ്. ആളാരാണെന്നൊന്ന് കണ്ടുപിടിച്ച് തരണം. എടാ എന്താടാ ചെയ്ത് വെച്ചേക്കുന്നത്? ഓഹോ, ഏതാ ഫ്രാങ്കസ്റ്റ് 2026 ഫെബ്രുവരി റിലീസ്. മസ്തിഷ്ക മരണം, ഫ്രാങ്കൻ ബൈറ്റിംഗ് ഓഫ് സൈമൺസ് മെമ്മറീസ്. ഒരാൾക്കൊരു മസ്തിഷ്ക മരണം നടന്ന അയാളുടെ മെമ്മറീസിലേക്ക് കയറുന്ന ആ ഒരു രീതിയിൽ ഒരു ഫ്യൂച്ചർ സ്റ്റേജിൽ ഉറപ്പായിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ആവുമല്ലോ. ഒരു സിനിമ ഉണ്ടായിരുന്നു, അതിൻ്റെ പേരെനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അതായത് ഒരാൾ മരിച്ചു, അയാളുടെ ബ്രെയിനിൽ സ്റ്റോർ ആയിരിക്കുന്ന അവസാനത്തെ എത്രയോ സെക്കൻഡ്സോ മിനിറ്റ്സോ എന്തോ ആണ്, അതിലേക്ക് പോയിട്ട് അതൊരു കുറ്റകൃത്യം നടന്നിട്ട് ആ സ്ഥലത്ത് വെച്ചാണ് ഇയാൾ മരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇയാളുടെ ബ്രെയിനിലെ മെമ്മറീസിലേക്ക് പോയിട്ട് അതിൽ അയാളെ കൊണ്ട് റീവർക്ക് ചെയ്യിപ്പിച്ച് ഇതിൽ ബോംബ് എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്ന ഒരു സിനിമയാണ്. നിങ്ങൾക്ക് ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ആ ഒരു ടെക്നോളജി ഒക്കെ ഉണ്ടല്ലോ, ഒരു ഫ്യൂച്ചർ സ്റ്റേജിൽ ചിലപ്പോൾ ഡെവലപ്പായി വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ ഒരാളുടെ മെമ്മറീസ് എടുത്ത് ചിലപ്പോൾ വേറൊരാൾക്ക് കൊടുക്കുന്നത് പോലെയും അങ്ങനെയൊക്കെയുള്ള കുറേ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മരിക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ മെമ്മറീസ് മുഴുവൻ എനിക്ക് ഒരു ഹാർഡ് ഡ്രൈവിലേക്കോ മറ്റോ സ്റ്റോർ ചെയ്തിട്ട് മറ്റൊരാളുടെ ആരോഗ്യവാനായിട്ടുള്ള ഒരാളുടെ ഈ ബ്രെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവിടെ ജീവിക്കാമല്ലോ. മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ഇതെല്ലാം കൂടി ചേരുന്നൊക്കെയാണ് മനുഷ്യൻ എന്ന് പറയുന്നത് ഈ തലച്ചോറിൻ്റെ അകത്തുള്ള ഓർമ്മകളും എൻ്റെ ചിന്തകളും ഒക്കെ ചേരുന്നതാണ്. അപ്പോൾ എനിക്ക് എന്നെ തന്നെ ഈ ബോഡി പഴയതാകുമ്പോൾ എനിക്ക് വേറൊരു ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമല്ലോ എന്ന് പറയുന്നത് ഇങ്ങനത്തെ കുറേ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇത് അതുപോലെ എന്തൊക്കെയോ ആ ഒരു കാലഘട്ടത്തിലേക്കൊക്കെ പോകുന്ന ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു. പ്ലീസ് നിങ്ങളിത് സ്വന്തമായിട്ട് കാണണം. ഇപ്പോൾ ഈ റിയാക്ഷൻ വീഡിയോയിൽ കണ്ടതല്ല, ഇതല്ലാതെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അല്ലാതെ സ്വന്തമായിട്ടൊന്ന് കണ്ടു നോക്കുക, ഹെഡ്ഫോൺസിൽ കേട്ട് നോക്കുക. ഭയങ്കര രസമുള്ള പരിപാടിയായിട്ട് ഇത്. അങ്ങനെ ആളുകളുടെ മെമ്മറീസും കാര്യങ്ങളും. പിന്നെ ഈ രജിഷയുടെ ഐറ്റം ഡാൻസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ വിമർശിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ ടീസറൊക്കെ കണ്ടു നോക്കണം. എന്തിനാണ് അങ്ങനെ ഒരു സീൻ ഈ സിനിമയിൽ വന്നത് എന്നുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഈ സിനിമയിൽ വന്നതെന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഗ്ലൂ നിങ്ങൾക്ക് ടീസർ കാണുമ്പോൾ ഫീൽ ചെയ്യും. ബാക്കി സിനിമ കണ്ടു കഴിഞ്ഞാലേ നമുക്കറിയുള്ളൂ. പക്ഷേ കൃഷാന്ത് ബ്രോ, നിങ്ങൾ വലിയ പരിപാടികളൊക്കെയാണ് പിടിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ഫീല് ഒരു മലയാള സിനിമ എന്നുള്ളതിനപ്പുറത്തേക്ക് ഗഗനചാരി കണ്ടു കഴിഞ്ഞപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നമ്മൾ വേറൊരു ലീഗിലേക്കൊക്കെ കളിക്കാൻ പോവുകയാണ് എന്നുള്ളത്. അതിന് നല്ല ബഡ്ജറ്റ് കൊടുത്താൽ എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഒരു ക്ലൂ നമ്മൾ ലോക ചാപ്റ്റർ 1 ചന്ദ്രയിൽ കണ്ടു. ഇതിപ്പോൾ ഇത് എനിക്ക് തോന്നുന്നില്ല ഇവരൊരു ഹെവി ബഡ്ജറ്റിലാണ് ഇത് ചെയ്തതെന്നുള്ളത്. പക്ഷേ നല്ല ബഡ്ജറ്റ് കിട്ടിയാൽ ചെയ്യാനുള്ള പരിപാടികളൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ആളുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അമ്മാതിരി ഇമാജിനേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. കൊള്ളാം, പൊളി സൂപ്പർ എന്നാണ് ഫീൽ ചെയ്ത്. ഇതിൻ്റെ മൊത്തം ടീമിനെ കുറിച്ചൊന്ന് പറയാം. കൃഷാന്താണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. സ്ക്രീൻ പ്ലേയും ഡയലോഗ്സും അദ്ദേഹം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. DOP പ്രയാഗ് മുകുന്ദനാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് വർക്കിയാണ്. ലിറിക്സ് വിനായക് ശശികുമാർ, വൈശാഖ് സുഗുണൻ. ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് കൃഷാന്തും ആൽവിൻ ജോസഫും. ഇപ്പം ഡയറക്ടറും കൂടി ഇരുന്ന് പണിതിട്ടുണ്ട്. നമുക്കിതാണ് വേണ്ടത്, ഇങ്ങനെയാണ് വേണ്ടത്. കാര്യം ഇവർ യൂസ് ചെയ്തിരിക്കുന്ന എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും. പക്ഷേ അത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇതായിട്ട് തോന്നുമെങ്കിലും സാധാ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. എന്ന് വെച്ചാൽ ഭയങ്കര ഹൈ എൻഡ് പരിപാടികൾ വെച്ച് ചെയ്യുന്നതിനേക്കാൾ സിമ്പിളായിട്ട് ചെയ്തെടുത്ത പോലെയൊക്കെ ഉണ്ട്. DA ചെയ്തിരിക്കുന്ന അർജുൻ മേനോനാണ്. എവിടെ ഇതിൻ്റെ VFX ടീമൊക്കെ എവിടെ? അങ്ങനെ ആരും ഇല്ലേ? അതും ഡയറക്ടർ തന്നെ ചെയ്തോ എന്ന് ചോദിക്കാൻ തോന്നുന്നല്ലോ. വെച്ചാൽ
അത്രയും രസമായിട്ട് ചെയ്തു വന്നിട്ടുണ്ട്. ബാക്കി നമുക്കിതിൻ്റെ അടുത്ത അപ്ഡേറ്റ് വരുമ്പോൾ കൂടുതൽ വിശദമായിട്ട് സംസാരിക്കാം. എന്തായാലും കൃഷാന്ത് ബ്രോ എന്തോ ഒരു സാധനം നല്ലോണം ഞെരിപ്പായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ആർട്ടിസ്റ്റുകൾ, രജിഷയുടെ കാര്യം മാത്രം പറഞ്ഞാൽ പോരല്ലോ, നിരഞ്ജ് മണിയമ്പിള്ള രാജുണ്ട്, പിന്നെ നമ്മുടെ ദിവ്യപ്രഭയുണ്ട്, ജഗദീഷ് ഏട്ടനുണ്ട്, എത്ര ആർട്ടിസ്റ്റുകൾ, എല്ലാവരും നമുക്ക് പരിചയമുള്ള ഗംഭീര കാര്യങ്ങൾ പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ്. അടിപൊളി പടമായിട്ട് വരട്ടെ. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.